വേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ശരി ചോദിക്കട്ടെ, ഉത്തരം പറയാൻ ചോദിക്കും. ബൈജുവേട്ടന്റെ എയിം എന്തെങ്കിലും ഉണ്ടായിരുന്ന? ചോദ്യം ന്യായം ഒരു എയിമുമില്ല. അല്ല അങ്ങനെയല്ല, ഞാൻ പിന്നെ ജീവിതത്തിൽ ഒരു SI ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഒന്ന് SI ആയിട്ട് കയറിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാനൊരു SP ഒക്കെ ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചില്ലായിരുന്നു? അതിന് ഡിഗ്രി വേണ്ടേ? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? അത് ശരി. അപ്പൊ പഠിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു? പഠിക്കുന്നത് എന്തിനാണ്? ജോലി കിട്ടാൻ വേണ്ടിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ്? വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ബൈജുവേട്ടൻ കുറെ ഫിലിം ചെയ്യാതിരുന്നു, ഒരു നല്ലൊരു ഗ്യാപ്പ് ഇടയ്ക്ക്. ചെയ്യാതിരുന്നതല്ല, കിട്ടാഞ്ഞിട്ടാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയി. നീ എന്താ കളിക്കാ? ഞാൻ കാണിച്ചു തരാം, ചവിട്ടി കൂട്ടി ഞാൻ പമ്മി. ഒരു ഗ്യാപ്പ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോ ഒരു ചേഞ്ചിനോ അല്ലെങ്കിൽ ഒരു മാറ്റം പോലെ. ഞാൻ ഇവിടെ ഞാൻ ഓസ്ട്രേലിയ പോയിരുന്നു അഭിനയം പഠിക്കാൻ പോയി. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ബൈജുവേട്ട സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോ എന്നേലൊക്കെ ചളു പറയല്ലേ കേട്ടോ. സിനിമ ഉള്ളോണ്ടെന്നല്ല, ഇപ്പൊ നേരെ ഇല്ലെന്ന് പറ. അതല്ലേ നേരം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കാൻ പറ്റുമായിരുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ബൈജുവേട്ടാ ഒരു കാര്യം ചോദിച്ചേ, ശരിക്കും ഒരു റോൾ മോഡലായിട്ട് ബൈജുവേട്ടന് മനസ്സിലാരെങ്കിലും ഉണ്ട്? ആരുമില്ല, ഞാൻ തന്നെയാണ് എന്റെ റോൾ. ഒന്നും ശരിയാവുന്നില്ല. ഒരാളിനെ കാണുമ്പോ അറിയാം. 10 മിനിറ്റ് സംസാരിക്കാൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അന്നാ എന്നെ പറ്റി ഒന്ന് പറഞ്ഞേ. നല്ല കുട്ടിയാ. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? കടവാവല്ലേ അവൻ കാലേ തൂങ്ങി ആടാൻ പഠിപ്പിക്കുന്നേ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.